ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓപ്പറേറ്റേഴ്സ് ഇൻ സി എന്നുള്ളതാണ്. ഒരു ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ചില സിമ്പിൾസിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയാം. അതായത് ഈ കാണുന്ന പ്ലസ്, ഈക്വൽ ടു, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഓപ്പറേറ്റർ ആണ്. പിന്നെ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഒരു എക്സ്പ്രഷൻ ആണ് എ പ്ലസ് ബി ഈക്വൽ ടു സി എന്നാണെങ്കിൽ ഈ എ ഒരു ഓപ്പറന്റ് ആണ്, ബി ഒരു ഓപ്പറന്റ് ആണ്, സി ഒരു ഓപ്പറന്റ് ആണ്. സോ ഓപ്പറേറ്ററും ഓപ്പറന്റും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, നമുക്ക് 3 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. 3 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ചില സിമ്പിൾസിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ. അതിൽ ഫസ്റ്റ് വൺ യൂണറി ഓപ്പറേറ്റേഴ്സ്. യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ, എ പ്ലസ് പ്ലസ്, ഇവിടെ നമ്മൾ ഒരു ഓപ്പറൻറ്റേ യൂസ് ചെയ്യുന്നുള്ളൂ, എ എന്നുള്ള ഒരു ഓപ്പറൻറ്റേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ യൂസ് ചെയ്യുന്ന ഓപ്പറന്റ് ആണ് യൂണറി ഓപ്പറേറ്റർ. ദെൻ ബൈനറി ഓപ്പറേറ്റർ, എ പ്ലസ് ബി. ഇവിടെ രണ്ട് ഓപ്പറന്റാ യൂസ് ചെയ്യുന്നത്, എയും ബിയും രണ്ട് ഓപ്പറന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ബൈനറി ഓപ്പറേറ്റർ ആണ്. ഈ പ്ലസ് എന്നുള്ളത് ഒരു ബൈനറി ഓപ്പറേറ്റർ ആണ്. ഈ പ്ലസ് പ്ലസ് എന്നുള്ളതും ഈ മൈനസ് മൈനസ് എന്നുള്ളതും നമുക്ക് ഒരിക്കലും ബൈനറി ഓപ്പറന്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സിംഗിൾ ഓപ്പറന്റേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിന് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ദെൻ ടെർണറി ഓപ്പറേറ്റർ, ഇവിടെ എ ബി സി അങ്ങനെ 3 ഓപ്പറന്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ സിമ്പലിനെ നമ്മൾ ടെർണറി ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുക. ദെൻ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് 6 ടൈപ്സ് ആണ് നമുക്കുള്ളത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്, ദെൻ അതർ ഓപ്പറേറ്റേഴ്സ്. അതർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ചില സ്പെഷ്യൽ സിമ്പിൾസ് ആണ് നമ്മളതിൽ പഠിക്കുന്നത്. ദെൻ ഇത്രയും അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മൊഡ്യൂളസ്, ഇത്രയും ആണ് നമുക്ക് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മളതിൽ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ രണ്ട് വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. എ 25 എന്നും ബി 5 എന്നും അസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി 25 പ്ലസ് 5 30. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നത് ഔട്ട്പുട്ട് ആണ്. 25 പ്ലസ് 3 25 പ്ലസ് 5 30. അത് നമ്മൾ അഡീഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ എ മൈനസ് ബി, 25 മൈനസ് 5 20. എ ഇൻറ്റു ബി 125. എ ഡിവിഷൻ ബി, ഈ ഡിവിഷൻ ബി ഉണ്ട്. നെക്സ്റ്റ് വൺ മോഡ്യൂൾ ബി ഉണ്ട്. ഡിവിഷൻ ബിയിൽ നമുക്ക് എപ്പോഴും കോഷ്യന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എ മോഡ്യൂൾ ബി, എ മോഡ്യൂൾ ബിയിൽ റിമൈൻഡർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ 25 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് 5 ആണ്, റിമൈൻഡർ 0 ആണ്. ദെൻ പ്ലസ് എ ഈക്വൽ ടു 25, 25ന്റെ പോസിറ്റീവ് വാല്യൂ, ദെൻ മൈനസ് എ 25ന്റെ നെഗറ്റീവ് വാല്യൂ. എ പ്ലസ് പ്ലസ് റെപ്രസെന്റ് ചെയ്യുന്നത് എ പ്ലസ് 1 ആണ്. സോ 25 പ്ലസ് 1 26. എ മൈനസ് മൈനസ് റെപ്രസെന്റ് ചെയ്യുന്നത് സബ്ട്രാക്ഷനെയാണ്. സോ ഇപ്പൊ ഇവിടെ എന്റെ വാല്യൂ 26ലാണ് നിൽക്കുന്നത് അല്ലേ, അത് മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് അഗെയിൻ 25 കിട്ടുന്നു. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലാണ് നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൽ നമുക്ക് പ്രിസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി ഉണ്ട്. ഇതെന്താന്ന് വെച്ചാല് നമുക്ക് ഹയസ്റ്റ് പ്രിസിഡൻസ് ഏതാണെന്നും ലോവസ്റ്റ് പ്രിസിഡൻസ് ഏതാണെന്നും നോക്കിയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ ഹയസ്റ്റ് പ്രിസിഡൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡ്യൂൾ ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അതിന്റെ അസോസിയേറ്റിവിറ്റി. എന്ന് വെച്ചാൽ നമുക്ക് ഇത് മൂന്നും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് മുതൽ യൂസ് ചെയ്യാം. ആദ്യം ഏതാണോ വരുന്നത് അത് തുടങ്ങി നമുക്ക് റൈറ്റിലോട്ട് യൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല. ദെൻ ഈ പ്ലസ് മൈനസ് എന്ന് പറയുന്നത് ലോവസ്റ്റ് പ്രിസിഡൻസ് ആണ്. ലോവസ്റ്റ് പ്രിസിഡൻസിൽ വരുന്നതാണ് പ്ലസും മൈനസും.
സോ അതിന്റെ അസോസിയേറ്റിവിറ്റി ലെഫ്റ്റ് ടു റൈറ്റ്. എഗെയിൻ നമുക്ക് ലെഫ്റ്റിൽ ഏതാണോ വരുന്നത് ആദ്യം വരുന്നത് അത് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിന്റെ നെക്സ്റ്റ് വൺ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഒരു 4 വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. A2, B3, C4, D5. അങ്ങനെ 4 വാല്യൂ ആണ് ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. A plus B into D minus C മോഡ്യൂൾ A. ഇത്രയും നമുക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മുടെ ഹയസ്റ്റ് നമ്മൾ ഏത് പ്രയോറിറ്റിക്ക് ഹയസ്റ്റ് ഏതാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? പ്ലസിനാണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, സബ്ട്രാക്ഷൻ ആണോ, മോഡ്യൂൾ ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡ്യൂൾ ഇതിനാണ് നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ എ പ്ലസ് ബി എന്നുള്ളൊരു പോർഷൻ നമ്മളവിടെ എ എന്നുള്ളൊരു പോർഷൻ നമ്മളവിടെ നിർത്തി. എന്നിട്ട് ബി ഇൻറ്റു ഡി ആണ് നമ്മൾ ചെയ്തത്. ബി ഇൻറ്റു ഡി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ് 15 എന്നുള്ളത്. ദെൻ സി മോഡ്യൂൾ എ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ് 0 എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം അത് ചെയ്തു. ദെൻ അഗെയിൻ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്റെ വാല്യൂ ഇട്ട് കൊടുത്തു. A2 ആണ്. അപ്പൊ 2 പ്ലസ് 15 മൈനസ് 0. 15 പ്ലസ് 2 17 മൈനസ് 0 ഈക്വൽ ടു 17 ആണ് ആൻസർ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ലാർജ് എക്സ്പ്രഷൻ കിട്ടുമ്പോൾ നമ്മൾ ലോവസ്റ്റ് പ്രിസിഡൻസ് ആയ പ്ലസ് സിമ്പലും മൈനസ് സിമ്പലും നമ്മൾ അവിടെ വിടുക. ബാക്കി ചെയ്യുക. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മോഡ്യൂളും ചെയ്തിട്ട് പിന്നീട് ലാസ്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലസിന്റെയും മൈനസിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ. ഓക്കെ, താങ്ക് യു. ബൈ.